So, welcome to Sanufit, world's first health, fitness and wellness podcast. എല്ലാവർക്കും സ്വാഗതം and we'll get right into the episode. How often should I exercise? ഞാൻ എത്ര എക്സസൈസ് ചെയ്യണം, എപ്പോഴൊക്കെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്, അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെയാണ് അധികം ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതൊരു ഏജ് ഓൾഡായ എത്രയോ കാലഘട്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി ഈസ് ദ കീ. തുടർച്ചയായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യണം, തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ചെറിയ കാര്യമാണ് നിങ്ങൾ തുടങ്ങുന്നത് അത് തുടർച്ചയായി കൊണ്ടുപോകുക. പക്ഷേ ഈ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. ചിലപ്പം നമ്മൾ ഒരു ദിവസം നടക്കാൻ പോകുക, അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ വർക്കൗട്ടും ഫുൾ ജിം മെമ്പർഷിപ്പ് ഒക്കെ നമ്മൾ കയറിയിട്ട് ഫുൾ തുടങ്ങുകയും ചെയ്യും. പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ഡിപ്പ് വരും. ഒരു ഫസ്റ്റ് 3 months എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 months ഇസ് എ കൈൻഡ് ഓഫ് ഹണിമൂൺ പീരീഡാണ്. നമ്മൾ ജോലി കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു പ്രൊബേഷൻ പീരീഡ്സ് ഉണ്ടാവും അല്ലേ. എന്ന് വെച്ചാൽ ആ ജോലിക്ക് കറക്റ്റ് ആണോ എന്ന രീതിയിലുള്ള ഒരു സംഭവം കമ്പനി അവിടെ ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു 3 months, ഒരു Q1 ബിസിനസ്സിലൊക്കെ Q1, Q2, Q1, Q3 എന്നിട്ട് 4 quarters ഉണ്ട് ഒരു വർഷത്തിലേക്ക്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫിറ്റ്നസിനും ഹെൽത്തിനൊക്കെ നമ്മൾ സമീപിക്കേണ്ടത്. പറഞ്ഞു വന്നത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് നിങ്ങൾ റിസൾട്ട് വേണം എന്ന രീതിയിൽ നോക്കിയിട്ട് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ റിസൾട്ട്സ് കിട്ടിയെന്ന് വരും, ചില കിട്ടിയില്ല എന്ന് വരും. ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ ആണ് ഈ പറയുന്ന റിസൾട്ട് കിട്ടുന്ന പറയുന്നത്. 3 മാസം കൊണ്ട് ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കറക്റ്റ് രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംഡായി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എൻ്റെ ഒരു എല്ലാ ക്ലയൻസിനും ഈ പറയുന്ന രീതിയിൽ 3 months പ്രോഗ്രസ് കിട്ടിയിട്ടുണ്ട്. സ്കിന്നി ആൾക്കാർ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി, അതിനുശേഷം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഈ പറഞ്ഞ 3 മാസത്തിൽ ചില ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞിക്ക്. അതേപോലെ ചില ആൾക്കാർക്ക് ഈ 3 മാസം ആയിട്ട് ഒന്നും ആയിട്ടില്ല, പക്ഷേ അടുത്ത 3 മാസം ഭയങ്കര റിസൾട്ട് വന്നിക്ക്. പറഞ്ഞു വന്നത് ഈ കൺസിസ്റ്റൻസി ലൂപ്പിൽ നിൽക്കുന്ന ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടറാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഫോളോ ചെയ്യാൻ വേണം. അതിനാണ് ഈ പറയുന്ന ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനേഴ്സൊക്കെ. ജിമ്മിലാണെങ്കിലും അതുപോലെ ഓൺലൈനാണെങ്കിലും നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ടീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ആ ഒരു ലൂപ്പിലേക്ക് വീഴും. കൺസിസ്റ്റൻസി ആയി വരാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിക്കാം, ഇവൻച്വലി ഫസ്റ്റ് 3 months നിങ്ങൾ റിസൾട്ട്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് 3 months നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പായി. തേർഡ് ക്വാർട്ടർ എന്ന് വെച്ചാൽ ഒരു 9th മാസം നിങ്ങൾ എന്ത് കുറച്ചുകൂടി ഡെവലപ്പായി. ഒരു വർഷം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മിനിമം റിക്വയർമെൻറ്റ് ഫോർ എനിത്തിങ് ലൈഫിൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഡിപ്ലോമ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ജോലിക്ക് കറക്റ്റ് രീതിയിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഏതൊരു ബിസിനസ് കയറി കഴിഞ്ഞാലും ഫസ്റ്റത്തെ ഒരു മാസം കൊണ്ട് എപ്പോഴും പ്രോഫിറ്റ് കിട്ടുമോ, ഒരിക്കലുമില്ല. ഒരു 3 മാസം, ഒരു വർഷം 2 വർഷം എടുക്കും ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഫിറ്റ്നസ്. അപ്പോൾ കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ആരാണ് ഇട്ടെറിഞ്ഞ് പോകുന്നത്, ചില ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് സംഭവിക്കും, അവർ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫുള്ള് പാപ്പറായിട്ട് പൊളിഞ്ഞു, പിന്നെ ബിസിനസ്സിനോട് പോവുകയില്ല. അതേപോലെ തന്നെയാണ് ചില ഫിറ്റ്നസ് കയറിയ ആൾക്കാർ ആദ്യൊരു വർഷമൊക്കെ ആദ്യൊരു 3 മാസമൊക്കെ ഫോളോ ചെയ്യും, എന്നിട്ട് റിസൾട്ട് ഒന്നും കിട്ടില്ല പറഞ്ഞിട്ട് അവർ കംപ്ലീറ്റ്ലി വിട്ടെറിഞ്ഞ് പോവുകയും ചെയ്യും. അതേപോലെ ചില സമയത്ത് ഒരു വർഷം വരെ ചില ആൾക്കാർ ഫോളോ ചെയ്യും, അതിനുശേഷം അതും വിട്ടുപോകും. പറഞ്ഞു വന്നത് ഇതൊരു ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റാണ്. ഈ ലൈഫ് ലോങ് ആയിട്ട് എടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഒരു ചെറിയൊരു കാലയളവിലേക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രം കൊണ്ട് കയറരുത്. അതാണ് ഈ മാർക്കറ്റിംഗ് കമ്പനികളാണ്, സപ്ലിമെൻറ്റ് കമ്പനികളാണ് ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് നിങ്ങളെ ഈ പറയുന്ന ലൂപ്പിലിട്ട് ഇങ്ങനെ കളിക്കുന്നത്. എനിവേസ് അതിനെപ്പറ്റി ഡീറ്റെയിൽ പിന്നീട് ദിവസം പറയാം. പക്ഷേ ഇന്ന് പറയുന്നത് എത്രയാണ്, ഹൗ ഓഫൺ ഷുഡ് ഐ എക്സസൈസ് എന്നുള്ളതാണ്. സോ അധികം ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ് എത്ര ദിവസം വർക്ക് ചെയ്യണം. അപ്പം ആഴ്ചയിലാണെങ്കിൽ ഒരു 2-3 തവണ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഏതെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുക. ഈ ഒരു ദിവസം നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഈ അക്കൗണ്ടബിലിറ്റി ജിമ്മിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു ആളെ കൂടെ കൂട്ടിയിട്ട് പോകുക. പുള്ളി 2 പേര് ഒരുമിച്ച് പോവുക. അപ്പോൾ അടുത്തൊരു പുള്ളി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലാകുന്ന സമയത്ത് പോകാനൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതിയല്ലോ. അപ്പോൾ ഗെയിംസ് കളിക്കാൻ പോവുകയാണെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഫിസിക്കലായിട്ടൊന്ന് ആക്റ്റീവ് ആവുന്ന രീതിയിൽ പോകാം. അതാണ് ഏറ്റവും മിനിമലായ സംഭവം. 3 to 5 times a week ഒക്കെ പോകുന്ന ആൾക്കാർ ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ഈ പറയുന്ന രീതിയിൽ ഫിറ്റ്നസിൻ്റെ ഫ്രീക്വൻസിനെ ഫോളോ ചെയ്യാറ്. ഫസ്റ്റ് ബിഗിനേഴ്സ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോവുകയാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ സ്റ്റാർട്ട് വിത്ത് 2 days a week. അത് കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകുക. എൻ്റെ 2ാമത്തെ മാസം സമയത്ത് 3 times a week ആകാം. അതൊരു 6 മാസം കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആഴ്ചയിൽ 3 ദിവസം പോയാൽ മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇയറിലേക്ക്
ഒരു 4 times a week എന്ന രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ 3 months എന്ന് പറയുന്നത് phase 1 ആയിട്ട് കണക്ട് ആകുക. അതായത് 3 മാസം നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ റിസൾട്ട്സിൻ്റെയും പ്രോഗ്രഷനൊക്കെ പ്ലാൻ ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ്, ഏതൊക്കെ തരത്തിൽ ന്യൂട്രീഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ബിസിയായ പ്രൊഫഷണലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ടൈമിങ്ങിനെ മാനേജ് ചെയ്യണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് യു ഇൻട്രസ്റ്റഡ് യു ക്യാൻ കം ടു ദ വാട്സ്ആപ്പ് ആൻഡ് അല്ലെങ്കിൽ ജസ്റ്റ് കീപ് വാച്ചിങ്, വിൽ ഗിവ് യു more tips on this particular topics. പിന്നെ മൂന്നാമത്തെ കാര്യം ലിസൺ ടു യുവർ ബോഡി. അധികം ആൾക്കാരും ജിമ്മിൽ പോയിട്ട് ആദ്യത്തെ ആഴ്ച ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകും, പിന്നെ കൺസിസ്റ്റൻസി കുറച്ച് കുറയും. അപ്പം അത് രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയിൽ കൺസിസ്റ്റൻസി കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോഡി ഓട്ടോമാറ്റിക്കലി തുടക്കത്തിൽ തന്നെ ചാടിക്കയറി കുറേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി ഒന്ന് എക്സോസ്റ്റ് ആയി റിക്കവറി മോഡിലേക്ക് പോയിക്കൊണ്ടൊന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കയറാൻ വേണ്ടി ബോഡി ഒന്ന് ഒരു എക്സോഷൻ തരും. ആ എക്സോഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ചില ആൾക്കാർ ഫുള്ള് നിർത്തി കളയും. ചില ആൾക്കാർ എന്താ പറയുക, ഈ പറയുന്ന അയ്യോ ഇനി എനിക്ക് പറ്റുന്നില്ല, ഞാനത് എന്ത് ചെയ്യുന്നില്ല, കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസൺ ടു യുവർ ബോഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന എക്സോഷൻ എന്ത് തരം എക്സോഷനാണ്, നിങ്ങൾക്ക് കിതപ്പാണോ കൂടുതൽ, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസാണ് കൂടുതൽ, മസിൽ സോർനെസ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഈ ഹെൽത്ത് പലവിധ ഡയജസ്റ്റീവ് ഹെൽത്ത് ഇഷ്യൂസാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതൊക്കെ നോക്കുക. പിന്നെ നാലാമതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഇറ്റ് അപ്പ്. നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് ഫിറ്റ്നസ്സിനെ കിട്ടുക. അധികം ആൾക്കാരും ചാടിക്കറി ഫുൾ ഫോമിലേക്ക് സംഭവം ഇറങ്ങും, വിച്ച് ഇസ് ഗ്രേറ്റ്, അതിനോട് ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലൊരു എൻ്റർടൈൻമെൻറ്റ് വേണം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് വിത്ത് 2 times a week, ആഴ്ചയിൽ 2 തവണ കയറിയതിന് ശേഷം റെഗുലറായിട്ട് 3 ദിവസത്തേക്ക് കൊണ്ടുപോകും. അപ്പം അതിനിടയിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ആദ്യം 3 മാസം നിങ്ങൾ അധികം വെക്കരുത്. ബിഗിനറായ ആൾക്കാരാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ട്രെയിനിങ് ഫ്ലെക്സിബിലിറ്റി ആയ ന്യൂട്രീഷനാണ് തരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ് അത് നിങ്ങൾ കഴിക്കുക. പക്ഷേ എക്സസൈസിൽ നിങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന രീതിയിൽ ഒരു ലിമിറ്റേഷൻ വരുത്താതെ അതിലൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക. പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് കുറേ സംഭവങ്ങൾ ഫാക്ടേഴ്സായിട്ട് ബന്ധപ്പെട്ട സംഭവം. നമ്മളെ സോഷ്യൽ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, നമ്മൾ ഇമോഷണൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ദേഷ്യം പിടിച്ച സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡിഫറെൻ്റ് ആണ്, ഹാപ്പി നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഡിഫറെൻ്റ് ആണ്, കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ പെട്ടെന്നൊരു മാറ്റം വരുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പം നമ്മൾ അതിലേക്ക് അധികം ഇറങ്ങാതെ ട്രെയിനിങ് പ്രോഗ്രാമിൽ കുറച്ചുകൂടെ എന്താ പറയുക നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഈ ദിവസം ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ പോകുന്നതിൽ ഒരു കൺസിസ്റ്റൻസി വരുത്തുക. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള സംബന്ധിച്ച് റിക്കവറി ഡേയ്സ് നമ്മൾ കറക്റ്റായി ഫോക്കസ് ചെയ്യുക. റിക്കവറി ഡേയ്സ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ശരിയാണ്, റിക്കവറിക്ക് വേണ്ടിയിട്ട്, അതായത് മൈൻഡ് റിക്കവറിക്ക് വേണ്ടി നമ്മളൊരു യാത്ര നടത്തുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന് ഫാമിലീസിന് കൂടി ഇരിക്കുക, അല്ലെങ്കിൽ നല്ല ഹൈ എനർജറ്റിക് ആയ പീപ്പിളിൻ്റെ അടുത്ത് കൂടി ഇടപഴകുക. ഹൈ എനർജറ്റിക് പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയ, അല്ലെങ്കിൽ ഏതെങ്കിലും കരിയറിൽ സക്സസ്ഫുൾ ആയ, അല്ലെങ്കിൽ ഫിസിക്കൽ സ്പോർട്ടിൽ സക്സസ്ഫുൾ ആയ, അങ്ങനെ സക്സസ് കമ്മ്യൂണിറ്റീസ് നമുക്ക് കുറേ ഉണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഹൈ എനർജിയിൽ നിങ്ങൾ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു റിക്കവറി, മെൻ്റൽ റിക്കവറിയാണ്. അതേപോലെ തന്നെ ഫിസിക്കൽ റിക്കവറിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായ ഉറക്കം തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ റിക്കവറി ഫോമുല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നെക്സ്റ്റാണ്. സോ ദിസ് ഈസ് ദ തിങ്. ഈ ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് ഹൗ ഓഫൺ ഷുഡ് യു എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയ ഗോൾ നിങ്ങൾ കണ്ടെത്തുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്ന രീതിയിൽ 2 ദിവസം 3 ദിവസം ആഴ്ചയിൽ പോവുക, അതുപോലെ തന്നെ കറക്റ്റായി റിക്കവറി ആവാൻ ശ്രദ്ധിക്കുക. നമ്മൾ ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുക, വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ക്വാളിറ്റിയുള്ള ആഴ്ചയിൽ 2 ദിവസം ക്വാളിറ്റി ആയ ദിവസമായി നിങ്ങൾ അതിനെ കണക്കാക്കുക. 1 മണിക്കൂറാണ്, 1 മണിക്കൂർ കംപ്ലീറ്റ്ലി ക്വാളിറ്റി ആയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യണം, ഏതൊക്കെ ഫോമിലാണ് അത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പറ്റിയ എക്സസൈസുകൾ ഏതൊക്കെയാണ്, അപ്പം അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രോഗ്രാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കം ടു ദിസ് വാട്സ്ആപ്പ് ആൻഡ് ക്ലിക്ക് ദ ലിങ്ക് and I'll share you all those details to you. Okay, so and thank you so much for watching, and I'll see you on the next video. Take care.